ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഓൾറെഡി 2 ക്ലാസ്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിൻ്റെയും അതുപോലെ നമ്മുടെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സെലക്ഷൻ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ബെസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പോഷർ വളരെ കുറവായിരിക്കും. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതെന്ത് ചെയ്യുവാണ്, മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്ന ഒരു സീരീസാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് CGL 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഏറ്റവും മികച്ച രീതിയിൽ ഈ ക്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ക്ലാസ്സും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പോൾ ഡിവിസിബിലിറ്റി, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിവിസിബിലിറ്റി ആൻഡ് റിമൈൻഡർ. ഇപ്പോൾ ഡിവിസിബിലിറ്റിയെയും റിമൈൻഡറിനെയും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഡിവിസിബിലിറ്റിയും റിമൈൻഡറിനെ പറ്റിയൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ പേര് സെർച്ച് ചെയ്ത് ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനുള്ളവർക്ക് കാണാം. ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ മുതൽ തുടക്കം മുതൽ പഠിച്ച് തുടങ്ങണം എന്നുള്ളവർക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഡെമോ കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കി മാത്രം പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് പഠിക്കാവുന്നതാണ്. ഇത് CGL 2024 പ്രിലിംസ് ക്ലിയർ ആയ ആൾക്കാരുടെ ലിസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? M is the largest 4-digit number which when divided by 4, 5, 6 and 7 leaves remainder as 2, 3, 4, 5 respectively. What will be the remainder when M is divided by 9? ആ M എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കണ്ടെത്തണം. ആ നമ്പർ കണ്ടെത്തിയതിന് ശേഷം അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു നമ്പറിനെ പറ്റി അറിയാം. M എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ 4-ഡിജിറ്റ് നമ്പർ ആണ്. എങ്ങനെയുള്ള നമ്പർ? ആ നമ്പറിനെ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് ചെയ്യും? ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആണ് റിമൈൻഡർ കിട്ടുന്നത്. 4 ഡിവൈഡ് ചെയ്താൽ 2 ആണ് റിമൈൻഡർ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ് റിമൈൻഡർ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ് റിമൈൻഡർ. ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ് റിമൈൻഡർ. ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ് റിമൈൻഡർ. ഇതെങ്ങനെ എക്സാമിന് ചെയ്യണമെന്നും ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം CGL 24 പ്രിലിംസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ വരുത്തി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വരുത്തി എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കി. 4 - 2 2 ആണ്, 5 - 3 2 ആണ്, 4 - 6 - 4 2 ആണ്, 7 - 5 2 ആണ്. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് വീഡിയോ കാണുക. അത് ഡെയിലി എഴുതിക്കൊള്ളുക. ജോലി കിട്ടുന്നത് വരെ എഴുതേണ്ട കാര്യമാണ്. ഓക്കെ, സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് മസ്റ്റായിട്ടും കണ്ട് ഡെയിലി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് നമുക്ക് 2 കിട്ടി. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ആവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ കോമൺ മൾട്ടിപ്പിൾ ആവുന്ന ഒരു നമ്പർ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. LCM എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും 7ൻ്റെയും LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൊണ്ടും നിഷ്പ്രയാസം ഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. അപ്പോൾ അതേതായിരിക്കും? അപ്പോൾ LCMൻ്റെ മെത്തേഡും കാര്യങ്ങളെല്ലാം ക്ലാസ്സുകളെല്ലാം ചാനലിലുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ LCMനെ പറ്റി മനസ്സിലാക്കാം, എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് പറയുന്നത് LCM കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴിയാണ്. ഇപ്പോൾ 4ഉം 6ഉം നോക്കുമ്പോൾ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. 4ൻ്റെ 6ൻ്റെ LCM എടുക്കുകയാണെങ്കിൽ 12 ആണ്. കോമൺ മൾട്ടിപ്പിൾ 12 ആണ്. 12ഉം 5 നോക്കുവാണെങ്കിൽ 12ലും 5ലും വേറെ കോമൺ ആയിട്ടൊന്നുമില്ല, 60 വരും. 60 7 തമ്മിൽ നോക്കുവാണെങ്കിൽ 7 60-ലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 60 × 7 420 ആയിരിക്കും ഇതിൻ്റെ എന്ത് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത്. അപ്പം 420 ആണ് നമ്മളുടെ ഏറ്റവും ചെറിയ നമ്പർ. 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, റിമൈൻഡർ ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ. നമുക്ക് ഒരു നമ്പർ വേണം. ഈ ഒരു രണ്ടാമത്തെ ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ റിമൈൻഡർ ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 420 ആയിരുന്നതിന് അങ്ങനെയുള്ള ഏറ്റവും ചെറിയ നമ്പർ. നമുക്ക് എന്ത് വേണം? ഏറ്റവും വലിയ 4-ഡിജിറ്റ് നമ്പറിലോട്ട് എത്തിക്കണം. അതായത് ഏതാണ് നമ്പർ? 9999. ഇതാണ് നമ്മളുടെ ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതിനെ ഞാൻ 420ൻ്റെ ഒരു മൾട്ടിപ്പിൾ
മൾട്ടിപ്പിൾ 420 എന്തോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കൊരു 4 ഡിജിറ്റ് കിട്ടും. അതായിരിക്കും ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ. സോ ദാറ്റ് നമ്പർ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 420. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 420 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ശിഷ്ടം വരും നോക്കണം. 420 രണ്ട് വട്ടം പോകും. ഇതിങ്ങനെ തന്നെ ചെയ്തോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നമ്പർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോർമൽ ഡിവിഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. 422 840. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. 59 1 1599. 420 ഗുണം 3 പോകാം. 423 എന്ന് പറയുമ്പോൾ 1260. ഇത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് ചെയ്യുക. അതിന് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 39 ഇവിടെ 3. അതായത് ഈ ഒരു നമ്പറിനകത്ത് 9999 എന്ന് പറഞ്ഞ നമ്പറിനകത്ത് 420 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക് ശിഷ്ടമായിട്ട്? 339. അതായത് ഈ ഒരു നമ്പറിനകത്ത് 339 എന്ന് പറയുന്ന വാല്യൂ കുറച്ചിരുന്നെങ്കിൽ അത് 23 തവണ 420 മൾട്ടിപ്ലൈ ചെയ്തതിന്. അപ്പോൾ ആ നമ്പർ എത്ര വരും? 9 9 പോയി 0, 9 3 പോയി 6, 9 3 പോയി 6, 9. അതായത് 9660 എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 420. 420 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പറാണ് 9660. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്ന എം എന്ന് പറയുന്ന നമ്പർ ഇതാണോ? ഇത് എം അല്ല. ഇതെന്ന് പറഞ്ഞാൽ എം അല്ല. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എം എന്ന് പറഞ്ഞാൽ ആ ഒരു 9660 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള, ഇപ്പം ഇങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കിട്ടി, എല്ലാം കൊണ്ടും ഹരിക്കുന്ന ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഡിഫറൻസിന് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും കുറയ്ക്കണം. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എന്താണോ ആ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കെ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. അതിൻ്റെ അടുത്തുള്ളത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ആ കെ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കുറയ്ക്കണം. അതായിരിക്കും നമ്മുടെ എമ്മിൻ്റെ വാല്യൂ. അതായത് 9658 ആയിരിക്കും നമ്മളുടെ എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. അല്ലാതെ ഏറ്റവും എളുപ്പ വഴിയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9658. 9-നകത്ത് 9 ഒരു വട്ടം, 6-നകത്ത് 9 ഒരു 0 ഇട്ടു, 65-നകത്ത് 9 7 വട്ടം, ശിഷ്ടം 2, 28-നകത്ത് 9 3 വട്ടം, ബാക്കി എത്ര വരും? 27 വരെ പോയി, ശിഷ്ടം 1. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. 9658 ഡിവൈഡഡ് ബൈ 9 ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിജിറ്റിൻ്റെ സം എടുത്താൽ മതി. 9 വരുന്നത് മാറ്റി നിർത്താം. 9 6 5 11 കിട്ടും. 19. 19-നകത്ത് 18 വരെ 9ൻ്റെ മൾട്ടിപ്പിളാണ്. ശിഷ്ടം എത്ര വരും? ബാക്കി 1 വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നോക്കാം. ഡിജിറ്റിന് സം എടുത്താലും മതി. 9 15 20 28 28ന് 2 8 കൂട്ടുമ്പോൾ 10 ആണ്. അപ്പോൾ പിന്നെ 10ന് 1 ഡിജിറ്റ് സം എടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ 1 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. അത് ഡിജിറ്റൽ സം എന്ന് പറയുന്ന കൺസെപ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി കിട്ടി. അപ്പോൾ ഇനി എക്സാമിന് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത്രയും നിങ്ങളെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എം ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇതാണ്. നമ്മൾ ഡിഫറൻസ് നോക്കി 2 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചിട്ട് 2 കുറയ്ക്കണം. മനസ്സിൽ വരേണ്ട ഐഡിയ ആണ്. എമ്മിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. 4ൻ്റെ 5ൻ്റെ LCM 20 ആണ്. വേറൊരു രീതി കാണിക്കും. 20 ആണ്. 20 6 വരുമ്പോൾ കോമൺ ആയിട്ട് 60 ആണ് LCM. 60ൻ്റെ 7ൻ്റെയും 420 ആണ് LCM. അതുപോലെ 420 പിന്നെ ഈ ഒരു വഴി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തേ. കുറച്ച് സമയം തരാം, ചെയ്തേ.
ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കേ. If the 9-digit number 7p5964q28 is completely divisible by 88, what is the value of p square minus q for the largest value of q where p and q are natural numbers? അപ്പോൾ ഇത് ഡിവിസിബിലിറ്റി കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ LCM റിമൈൻഡർ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ 88 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ SSC GDയുടെ ഡിവിസിബിലിറ്റി ക്ലാസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. 88 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 8 ഗുണം 11 എന്ന് എഴുതാം. ഈ ഒരു നമ്പറിനെ കോപ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ആയിട്ട് HCF മാത്രമേ കാണൂ, ഒന്ന് മാത്രമുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ 88ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 88 കൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ 8 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 11 കൊണ്ടും എന്തായിരിക്കണം, 8 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 11 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്, ഒരു നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം, 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ Q28 എന്ന് പറയുന്ന വാല്യൂ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ ലാർജസ്റ്റ് വാല്യൂ, ഇപ്പോൾ ക്യൂവിന് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ 9 ഇട്ട് കൊടുത്ത് നോക്കാം. 9 കൊടുക്കുമ്പോൾ എന്തോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം പോവും, ശിഷ്ടം 1, 12-നകത്ത് 8, ഒരു വട്ടം 48-നകത്ത് 8 എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിൻ്റെ അർത്ഥം എന്താണ്, ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 9 കൊടുക്കാം. 9 ആണ് ലാർജസ്റ്റ് വാല്യൂ ഓഫ് ക്യൂ. സോ ദാറ്റ് Q28 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പോൾ ക്യൂവിന് നമുക്ക് എന്ത് കിട്ടി, 9 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ പി സ്ക്വയർ, പി കിട്ടിയാൽ ക്യൂ 9 കുറച്ചാൽ മതി, പി സ്ക്വയറിൽ നിന്നും 9 കുറച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിൻ്റെ വാല്യൂ ഒന്നുകിൽ ഓപ്ഷൻ വഴി ചെയ്യാം, അത് ഞാൻ സെക്കൻഡ് വേ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഈ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഒരു നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ എന്താ ചെയ്യേണ്ടത്, 7p5964 ക്യൂവിന് നമുക്ക് 9 കൊടുക്കുക, 928. അപ്പോൾ ഈ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സം എടുക്കണം. 9, 8, 17, 23, 28, 35. ഇപ്പോൾ 35 കിട്ടി. അതേപോലെ അടുത്ത ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ ഓഡ് പ്ലേസിലെ നമ്പേഴ്സിൻ്റെ സം എടുക്കണം. 6, 15, 15 പ്ലസ് പി, 15 പ്ലസ് പി. അപ്പോൾ 35ഉം 15 പ്ലസ് പി. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ, 11 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 31 അങ്ങനെ പോകണം. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനകത്തുനിന്ന് 35 മൈനസ് 15 പ്ലസ് പി കുറയ്ക്കുമ്പോൾ 20 മൈനസ് പി. 20 മൈനസ് പി ഒന്നുകിൽ 0 ആവണം. 0 ആവണമെങ്കിൽ പിയുടെ വാല്യൂ എത്ര വരണം, 20 വരണം. പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. ഒരിക്കലും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിൻ്റെ വാല്യൂ 9ൽ കൂടത്തില്ല, അല്ലേ? 9 മാക്സിമം വാല്യൂ വരാൻ പറ്റും. അപ്പോൾ പിക്ക് 20 വരാൻ പറ്റത്തില്ല. അപ്പോൾ ഡിഫറൻസ് ഒരിക്കലും 0 വരത്തില്ല. അടുത്ത ഡിഫറൻസ് 11 വരണമെങ്കിൽ പിയുടെ വാല്യൂ എത്ര ആവണം, 20 മൈനസ് എത്രയാണ് 11 എന്ന് പറയുന്നത്, 20 മൈനസ് 9 ആണ് 11 എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും മനസ്സിലാവാത്തൊരു വീണ്ടും കേൾക്കുക, വീണ്ടും കേട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എത്ര വരും, 9 എന്ന് വരും. അപ്പോൾ പി 9 വരുന്നു, ക്യൂ 9 വരുന്നു. അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81 മൈനസ് 9 നമുക്ക് 72. ഓപ്ഷൻ സി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി. എന്താണ് 8ൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കും, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ എക്സാമിന് പോവുകയാണെങ്കിൽ നമുക്ക് ക്യൂ ഇങ്ങനെ കണ്ടുപിടിച്ചേ പറ്റും. ഇത് എഴുതേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, ആദ്യം മുതലേ നമ്പർ സിസ്റ്റം ഒക്കെ പഠിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ കണ്ടു, ക്യൂവിൻ്റെ വാല്യൂ വേണം. അപ്പോൾ ക്യൂ നമ്മൾ 9 ഇട്ട് കൊടുത്തു. ഇവിടെ മൈൻഡിൽ തന്നെ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം. ക്യൂവിൻ്റെ വാല്യൂ 9 കൊടുത്താൽ 9, 12, 4, 48 മൾട്ടിപ്പിൾ ആണ് ക്യൂവിൻ്റെ വാല്യൂ 9 കിട്ടും. അപ്പോൾ 9 എന്തോ ഒരു വാല്യൂവിൽ നിന്ന് 9 കുറച്ചപ്പോഴാണ് നമുക്ക് ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ എന്തോ ഒരു വാല്യൂവിൽ നിന്ന് 9 കുറച്ചപ്പോൾ ഓപ്ഷൻ കിടക്കണമെങ്കിൽ പി സ്ക്വയറിൻ്റെ വാല്യൂ, ഇവിടെ പി സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരാം, 9. ഒന്നുകിൽ 9 വരാം. ഞാൻ ഓപ്ഷനിൽ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ പി സ്ക്വയറിൻ്റെ വാല്യൂ എന്തിൽ നിന്നോ 9 കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 81 കിട്ടിയത്. അപ്പോൾ 90 ആയിരിക്കും പി സ്ക്വയർ, അല്ലേ? 90ൽ നിന്ന് 9 കുറച്ചാൽ 81. അപ്പോൾ 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, എന്തായാലും ഇതല്ല. 72 വന്നാൽ എന്തോ ഒരു വാല്യൂവിൽ നിന്ന് 9 കുറച്ചപ്പോഴാണ് 72 വന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 81. 81ൽ നിന്ന് 9 കുറച്ചപ്പോഴാണ് 72. അപ്പോൾ 81 പി സ്ക്വയറിൻ്റെ വാല്യൂ 81 നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. അടുത്ത 9 വന്നു. എന്തോ ഒരു വാല്യൂ നിന്ന് 9 കുറച്ചപ്പോഴാണ് 9 വന്നു, 18 ഒരു സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെയായിരിക്കും എക്സാമിന് ചെയ്യുന്നത്, ഇതൊന്നും അല്ലായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നുകിൽ പിൻ്റെ വാല്യൂ പി സ്ക്വയർ 9 ആണ്, അല്ലെങ്കിൽ പി ഈക്വൽ ടു 3 ആണ്, അല്ലെങ്കിൽ പി ഈക്വൽ ടു 9 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് നോക്കണം. അപ്പോൾ പി 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഞാൻ ഓപ്ഷൻ എ P3 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ P3 കൊടുക്കുമ്പോൾ എന്ത് വരും, 7, 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പിക്ക് 3 കൊടുക്കുമ്പോൾ ഇവിടെ ക്യൂക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ എഴുതുന്നില്ല, പേന എടുത്ത് എഴുതുന്നില്ല, എഴുതേണ്ട കാര്യമെല്ലാം ഇവിടെ കാണിച്ചു തന്നു.
എക്സാമിന് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള വഴിയാണ് കാണിക്കുന്നത്. 8, 17, 23, 28, 35. ഓക്കെ, ഇനി 2, 6 ഇങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. 2, 2, 6, 15. പിയുടെ വാല്യൂ നമ്മൾ 3 കൊടുത്തു, 18. ഒരിക്കലും 35 - 18 17 ആണ്, ഒരിക്കലും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും കളയാം. ഏതായിരിക്കും? ഓപ്ഷൻ സി നമുക്ക് കൊടുക്കാം. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു കാര്യം മനസ്സിലാക്കി ഫസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മെത്തേഡുകൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് മെത്തേഡിന് വേണ്ടി ട്രൈ ചെയ്യുക. പക്ഷെ അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ മെത്തേഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഇത് വീഡിയോ പ്രീമിയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കമൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. Yes. Next question. What is the sum of numbers between 400 and 500 such that when they are divided by 6, 12 and 16 it leaves no remainder? അപ്പോൾ 6 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ആ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും മൾട്ടിപ്പിൾ ആവുന്ന ഏറ്റവും ചെറിയ നമ്പർ 6 ഓൾറെഡി 12ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 12 എഴുതിയാലും 6 എഴുതിയാലും രണ്ടിൻ്റെയും കോമൺ മൾട്ടിപ്പിൾ 12 തന്നെയാണ്. ഇനി 12 - 16 കോമൺ മൾട്ടിപ്പിൾ ഏതാ? 12-നകത്ത് വലിയ നമ്പർ 16. എന്തായാലും 16 കോമൺ മൾട്ടിപ്പിൾ കാണും. 16 ഉണ്ടായെങ്കിലേ പറ്റൂ. 12-നകത്ത് ഓൾറെഡി 4 ഉണ്ട്, അത് ഈ 16-നകത്തുണ്ട്. എക്സ്ട്രാ ഉള്ള 3 ഇവിടെ ഇല്ല, നമ്മുടെ 16-നകത്തില്ല. അപ്പോൾ ഇതിന് ആ 3 കൂടെ നമ്മൾ കൊടുക്കണം. ഇതാണ് LCM കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി. അപ്പോൾ 48 ആണ് ഇതിൻ്റെ ഈ 6ൻ്റെയും 12ൻ്റെയും 16ൻ്റെയും ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും കോമൺ അല്ല, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ. പക്ഷേ നമുക്ക് വേണ്ടത് വാട്ട് ഇസ് ദ സം ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 400 and 500. ഈ 48ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, പക്ഷെ അത് 400ൻ്റെ 500ൻ്റെ ഇടയ്ക്കായിരിക്കണം. എന്ന് വെച്ചാൽ ആ നമ്പർ 48, അത് ഈ ഒരു 48 എന്ന് പറയുന്ന നമ്പർ 6 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും റിമൈൻഡർ ഒന്നും തരത്തില്ല ഹരിച്ചാൽ. അപ്പം അതേപോലുള്ള 400ൻ്റെ 500ൻ്റെ ഇടയ്ക്കുള്ള നമ്പർ വേണം. അപ്പോൾ 400ൻ്റെ ഇടയ്ക്കുള്ള 500ൻ്റെ ഇടയ്ക്കുള്ള ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 48 ഗുണം 10 450. 48 ഗുണം 9. 48 ഗുണം 9 എത്ര വരും? 360 72 432. അടുത്ത നമ്പർ 48 ഗുണം 10 ആണ്. 48 ഗുണം 8 എന്ന് പറയുമ്പോൾ 300 സംതിങ്, 400 അല്ല, 400ൻ്റെ അകത്ത് വരത്തില്ല. 48 ഗുണം 10 480. അപ്പം ഇങ്ങനെ ഈ രണ്ട് നമ്പറുമാണ് 432 480 ആണ് ടു നമ്പേഴ്സ് സച്ച് ദാറ്റ് വെൻ ദേ ആർ ഡിവൈഡഡ് ബൈ 6, 12 and 16 ലീവ്സ് നോ റിമൈൻഡർ. അങ്ങനത്തുള്ള വാല്യൂ ഏതാണ്? 432 480 ആണ്. അതിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2-ൽ അവസാനിക്കുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ ഉള്ളൂ. 480 432 912. ഇത് എക്സാം മെത്തേഡ് എന്തായിരിക്കും? എക്സാം മെത്തേഡ് ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ 12 16 48. 48 ഗുണം 10 480 ആണ്. 48 ഗുണം 9 നോക്കണം. 360 32 432. 432 480 2 0. 2-ൽ അവസാനിക്കും ഓപ്ഷൻ എ. നിങ്ങൾക്ക് ഇത്രയും തന്നെ എഴുതി ചെയ്യാം. ഇത് വേണമെങ്കിൽ എഴുതി ചെയ്യാം. കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്താണ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാലും മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഏറ്റവും, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്തവർക്ക് എന്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്തത്, എങ്ങനെയാണ് നിങ്ങളുടെ പഠിത്തം മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നതായിരിക്കും. യെസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു. യെസ് പറഞ്ഞേ. What is the sum of the digit of the largest 5-digit number which is divisible by 5, 35, 39 and 65? അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് 5-digit നമ്പറാണ് വേണ്ടത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ 5, 35, 39, 65. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആദ്യം കണ്ടുപിടിക്കാം. ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാം. എന്നിട്ട് അതുവഴി ലാർജസ്റ്റ് 5-digit നമ്പറും കണ്ടുപിടിക്കാം. ഇങ്ങനെ ഇതുകൊണ്ടെല്ലാം ഡിവിസിബിൾ ആകുന്നു. അപ്പോൾ 5 ഓൾറെഡി 35-ലുണ്ട്, നോക്കേണ്ട കാര്യമില്ല. ലാർജസ്റ്റ് LCM കണ്ടുപിടിക്കണം. ഇനി 35, 39, 65. 35 അവിടെ നിൽക്കട്ടെ. 39-ലും 65-ലും LCM എടുത്താൽ 65-ന് രണ്ടിലും എന്ത് വേണം? മിനിമം 65-എങ്കിലും വേണം.
ഇവിടെ 39-നകത്ത് ഓൾറെഡി 13 ഉണ്ട്, അത് 65-നകത്തുണ്ട്, പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 3 ഉണ്ട്, 3 65-ലില്ല. അപ്പോൾ 65 ഗുണം 3 ആണ് ഇതിന് രണ്ടിനെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി 35 നോക്കണം. 35-നകത്ത് 5 ഉണ്ട്, ഇതിലും 5 ഉണ്ട്, കുഴപ്പമില്ല. 7 ഉണ്ട്, 7 ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 7-നെയും കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ 65 ഗുണം 21, ഇതാണ് നമ്മുടെ LCM. 21 5 105, 10 21 6 126 10 136. ഇത് ഞാൻ ഓൾറെഡി ഏതൊക്കെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എല്ലാം ഡിജിറ്റൽ സം എന്ന് പറയുന്ന ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. ആ ക്ലാസ്സിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, സിംഗിൾ ഡിജിറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത് 1365. ഇനി എന്താ വേണ്ടുന്നത്? ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് എന്താ വേണ്ടുന്നത്? ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാ? 999999. ഇതാണ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതിനകത്ത് 1365-ൻ്റെ എത്ര ശിഷ്ടം വരും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ? അപ്പോൾ 1365 ഇത് ചെയ്യേണ്ടി വരും. 1365 ഗുണം ഏതാ? 7 പോവായിരിക്കും. 13 7 91, 9100, 9100, എസ് പോവും 7 വെച്ച് പോകുമ്പോൾ 7 5 35. ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ശിഷ്ടം 3 7 42 3 45 4 7 3 24 25 2 7 2 9. ഓക്കെ, ഡിഫറൻസ് എടുക്കുമ്പോൾ 4 4 4, പിന്നെ ഒരു 9 കൂടി താഴെ ഇറക്കുക. 1365 ഗുണം 3 പോവും. 3 5 15 1 3 18 1 19 1 9 1 10 0 ഇഷ്ടം 1 3 1 4. ഓക്കെ, എത്ര വരും ശിഷ്ടം? 4. 14-നകത്ത് 9 പോയാൽ 5, ഇവിടെ 3. ഓക്കെ, അതല്ലേ വരുന്നത്? ഓക്കെ, 4 14 9 5 3 4 4 0 356 ശിഷ്ടം വരും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 9999-നെ 1365 ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 1365 ഗുണം 73 എന്തെന്ന് പറയുന്നത്? നമ്മളുടെ 1365-ൻ്റെ മൾട്ടിപ്പിൾ ഏറ്റവും വലിയ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അല്ലെങ്കിൽ നമുക്ക് പറയാം 1365 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം അധികമായിട്ട് എന്ത് വരും? 354 വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 999999 നിന്നും 354 കുറയ്ക്കുന്ന വാല്യൂ ആണ്. നമുക്ക് സം ഓഫ് ഡിജിറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡിജിറ്റൽ സം എന്ന് പറയുന്ന ആ ക്ലാസ് കാണണം. ഡിജിറ്റൽ സം എന്ന് പറയുന്ന ക്ലാസ്, ദിശ അക്കാഡമി എന്ന് പറയുന്ന ആ ക്ലാസ് കാണണം. ഒരിക്കലും ഒരു ക്ലാസ് പല ക്ലാസ്സിലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ് എന്ത് കിട്ടും? ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ് 9 ആണ്. ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ് 8 4 12 3 ആണ്. 9 മൈനസ് 3 6 വരും. കൂട്ടുമ്പോൾ 6 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. 30 ഇല്ല, 8 ആണ്, 9 ആണ്. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് 357 കുറച്ച് കണ്ടുപിടിക്കാം. 9 4 5, 9 5 4, 9 3 6, ബാക്കി 9 9. സം എത്ര വരും? 18 6 24 24 4 28 5 33. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഡിറ്റി സം വെച്ച് 9 മൈനസ് ഇതിൻ്റെ എല്ലാം 9 ആയിരിക്കും ഡിറ്റി സം. അത് ഡിറ്റി സമ്മിൻ്റെ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. 9 മൈനസ് 3 6 വരും. കൂട്ടുമ്പോൾ 6 വരുന്ന ഓപ്ഷൻ എ വരും. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം LCM കണ്ടുപിടിച്ചു, ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിച്ചു, അങ്ങനത്തെ ഉള്ളത്. നേരത്തെ നമ്മൾ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് പക്ഷേ എക്സ്ട്രാ ഉണ്ടായിരുന്നു, -2 ചെയ്യണമായിരുന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് ചോദിച്ചു. നമുക്ക് ഓപ്ഷൻ വഴിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം സം ഓഫ് ഡിജിറ്റ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അതാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ, എല്ലാവരും പറയണം. കൺസെക്യൂട്ടീവിൻ്റെ ആൻസർ നോക്കേ. n is the largest 2-digit number which when divided by 3 4 6 leaves the remainder 1 2 4 respectively. What is the remainder when n is divided by 5? നേരത്തെ പോലുള്ള സെയിം ക്വസ്റ്റ്യൻ. ഇത് ലാർജസ്റ്റ് 2-digit നമ്പർ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ. 3 കൊണ്ടും 4 കൊണ്ടും
6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്കറിയാം ഡിഫറൻസ് ഒക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ. 3 - 1 2 ആണ്. 4 - 2 2 ആണ്. 6 - 4 2 ആണ്. ഇത് സെയിം അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു LCM കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കേണ്ടത്. ഇനി നമുക്ക് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. അപ്പോൾ 3ന്റെയും 4ന്റെയും 6ന്റെയും LCM എത്രയാണ്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്, 12 ആണ്. അതെ 12 ആണ്. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനത്തുള്ള ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ വേണമെങ്കിൽ എന്ത് വേണം, 12 × 8 ചെയ്യണം അല്ലേ. 12 × 7 84, 12 × 8 96, 12 × 9 ആണ് 108 ആവുന്നത്. അത് ടേബിൾ അറിഞ്ഞാലേ പറ്റും. അപ്പോൾ 96 ആണ് ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ. സോ ദാറ്റ് വിച്ച് വെൻ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എന്ത് വേണം, ആ നമ്പർ അല്ല വേണ്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. നമുക്ക് വേണ്ടുന്ന നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്, ഇനിയാണ് നമ്മൾ K എന്ന് നേരത്തെ പറഞ്ഞത്, 2 കുറയ്ക്കണം. അതായത് 94 ആണ് നമുക്ക് നമ്പർ. 94നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരും, 1 വരും. 94നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 92 വരെ പോവും, ശിഷ്ടം 2 വരും. 94നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 വരെ പോവും, ശിഷ്ടം 4 വരും. അതാണ് നമുക്ക് കിട്ടിയ നമ്പർ. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് റിമൈൻഡർ വെൻ n ഈസ് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 94. 94നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര പോവും, 4, ശിഷ്ടം 4 വരും. 90 വരെ പോവും, ശിഷ്ടം എത്ര വരും, 4 വരും. ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ട് പറഞ്ഞേ. 24 കൊണ്ട് ഡിവിസിബിൾ ആണ്. ചെയ്തിട്ട് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ നോക്കേ. A 6-digit number is divisible by 24. The greatest possible value of PQ. P-ൻ്റെയും Q-ൻ്റെയും ഗ്രേറ്റസ്റ്റ് പോസിബിൾ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 24 കൊണ്ട് ഈ നമ്പർ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ, ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ, ഇതിനെ കോപ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. 8 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ. 3ൻ്റെ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ 8ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം, 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 9Q4 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ Qന് നമുക്ക് ഏറ്റവും മാക്സിമം വാല്യൂ തന്നെ വേണം. അപ്പോൾ Qന് മാക്സിമം ഞാൻ 9 കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 9 കൊടുക്കുമ്പോൾ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു വട്ടം പോയി, ശിഷ്ടം 1, 19-ാത്ത് 8. ഈ ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഒറ്റ സ്റ്റെപ്പിൽ ഡിവിഷൻ ചെയ്യുന്നത്. 19-ാത്ത് 8 2 വട്ടം, ബാക്കി 3, 34, 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത് നമുക്ക് 8 കൊടുത്തു നോക്കാം. 8 കൊടുക്കുമ്പോൾ 1, 18-ാത്ത് 1, 18, 1 ശിഷ്ടം വന്നു. 18-ാത്ത് 8 2 വട്ടം, ശിഷ്ടം 2, 24, 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ Qൻ്റെ വാല്യൂ എന്ത് കിട്ടി, നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 8ൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ എവിടെ ഉണ്ട്, ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 2 ഏതോ ആണ് നമ്മുടെ ആൻസർ. ഇത് 2 ഏതോ ആണ് ആൻസർ. ഇനി എന്ത് ചെയ്യാം, ഇനി ഈ നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തു, Qൻ്റെ വാല്യൂ ഫിക്സ് ചെയ്തു. എത്രയാണ്, 1P984. Qൻ്റെ വാല്യൂ P984. ഓക്കെ. അപ്പോൾ ഒരു നമ്പർ 9ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് എന്തായിരിക്കണം, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ 2, 11, 19, 23. 23 ഉണ്ട്. ബാക്കി എത്ര കൂട്ടിക്കഴിഞ്ഞാൽ പിയുടെ വാല്യൂ 3ൻ്റെ മൾട്ടിപ്പിൾ വരും. 23ൻ്റെ കൂടെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 9 കൊടുക്കാൻ പറ്റും. 9 കൊടുത്താൽ 32 ആവും. 7 കൂടെ കൂട്ടിയാൽ മതി, 30 ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ എത്ര വരും, 7 വരും. പി നമുക്ക് 7 കിട്ടി, Q നമുക്ക് 8 കിട്ടി. PQ എന്ന് പറഞ്ഞാൽ 8 × 7 56. ഓപ്ഷൻ എ കൊടുക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ പിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കൊടുത്ത് നോക്കാം. 32 ആവുമ്പോൾ മറ്റേ P 4 കൊടുത്താൽ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ 4 കൊടുത്താൽ ലാർജസ്റ്റ് വാല്യൂ ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, വേറൊരു വഴിയുണ്ട്. 3ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാം. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 9 കളഞ്ഞു, 8 1 9 കളഞ്ഞു, 4 1 5. 5ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മാക്സിമം 3ൻ്റെ മൾട്ടിപ്പിൾ വരും. 5ൻ്റെ കൂടെ 9 നമുക്ക് പിയുടെ മാക്സിമം വരും. 9 കൂട്ടിയാൽ 13, 14 വരുന്നത് പറ്റത്തില്ല. 8 കൂട്ടിയാൽ 13 അല്ല, 7 കൂട്ടിയാലേ 12 വരത്തുള്ളൂ. 3ൻ്റെ മൾട്ടിപ്പിൾ വരത്തുള്ളൂ. അപ്പോൾ പിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്, 7 ആണ്. നമുക്ക് വേറെയും വാല്യൂസ് പിക്ക് ഉണ്ട്. പക്ഷേ മാക്സിമം വാല്യൂ എന്താണ്, 23ൻ്റെ കൂടെ 1 കൂട്ടിയാൽ പിയുടെ വാല്യൂ 1 വരാം, പിയുടെ വാല്യൂ 4 വരാം, 27. പിയുടെ വാല്യൂ 7 വരാം. പക്ഷേ നമുക്ക് ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ. 9, 8 × 7 56 നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി ഇതിൻ്റെ എക്സാം ഏതായിരുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ മൈൻഡിൽ ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ആവണം, 8 കൊണ്ടാവണം. 8 കൊണ്ടാവണമെങ്കിൽ 9 വെച്ച് നോക്കി 19 ഇല്ല, പറ്റത്തില്ല. 8 വെച്ച് നോക്കി 18, 27 വന്നു. അപ്പോൾ Qൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് നോക്കാം. 8 ആണ്. 8 കൊടുക്കുമ്പോൾ 12, 9 നോക്കണ്ട, 1 1 2. പിക്ക് എത്ര വരണം, 7 വരണം. 8 × 7 56. പേന എടുക്കാതെ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പേന എടുക്കാതെ ചെയ്യുന്നത് നിങ്ങളുടെ ലെവൽ അനുസരിച്ചിരിക്കും. നിങ്ങൾ എത്രത്തോളം നമ്പേഴ്സിനെ അറിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അനുസരിച്ചിരിക്കും ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യണോ എഴുതി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയണം. അപ്പോൾ അത് ബാക്കിയുള്ളവരും വന്ന് കാണുമ്പോൾ ആദ്യം നോക്കുന്ന കമൻറ്റാണ്.
ഈ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ ഇവർക്ക് ഈ വലിയ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ പഠിച്ച് തുടങ്ങിയവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവരുടെ കുഴപ്പമല്ല, അവരെന്ത് ചെയ്യാത്തതുകൊണ്ടാണ്, കറക്റ്റായിട്ട് ബേസ് മുതൽ പഠിച്ച് വരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്പേഴ്സിനെ അറിഞ്ഞ് വരാത്തത് കൊണ്ടാണ്. അത് നിങ്ങളുടെ ഈ കമൻറ്റ് വഴി അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒരു വട്ടം ഈ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ പക്ഷേ എന്താവണം, ഇത് ക്വാളിറ്റി കണ്ടന്റ് ആണ്, ഈ തരുന്നത് വേറെ എവിടെയും കിട്ടാത്ത കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് നിങ്ങളുടെ കമൻറ്റ് എന്ത് ചെയ്യും, ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ കാണുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെ. ആറ് ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. യെസ്, കിട്ടിയോ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് എ 10 ഡിജിറ്റ് നമ്പർ, ഇത് ഡിവിസിബിൾ ബൈ 88 കാണുമ്പോൾ തന്നെ 8 ഗുണം 11 8ന്റെ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. വാല്യൂ ഓഫ് 5x മൈനസ് 7/4 ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ ലാർജസ്റ്റ് വാല്യൂ ആണ്. ഇവിടെ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3/2 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം വൈക്ക് എന്ത് കൊടുക്കാം, വൈക്ക് 0 കൊടുത്താൽ പറ്റത്തില്ല, 0 കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാര്യം 0 കൊടുത്തു കഴിഞ്ഞാൽ 30 24 62 പറ്റത്തില്ല. 1 കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. വൈക്ക് 1 കൊടുക്കാം, വൈക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് വരും, 72. അതേപോലെ വൈക്ക് എത്ര കൊടുക്കാം, 2 പറ്റത്തില്ല, 3 കൊടുത്താൽ ഇല്ല, 3 പറ്റത്തില്ല, 4 കൊടുത്താൽ 32 വരെ പോകും, ഇല്ല. 5 കൊടുത്താൽ 5 പറ്റും, 5 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി വൈക്ക് 6 കൊടുക്കാൻ പറ്റത്തില്ല, 7 കൊടുത്താൽ 32 52 ഇല്ല, 8 കൊടുത്താൽ 32 62 ഇല്ല, 9 കൊടുത്താൽ 32 72. അതെ, വൈക്ക് 9 കൊടുക്കാം. വൈക്ക് 3 വാല്യൂസ് പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ആൻസർ ഇരിക്കുന്ന എന്തിനെ ബേസ് ചെയ്താണ്, ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ ലാർജസ്റ്റ് വാല്യൂ വേണം. പിന്നെ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞത് 2094x 83. വൈക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കുമെന്ന് നോക്കാം. വൈ അവിടെ നിൽക്കട്ടെ, y2. ഈ 3 വാല്യൂസ് ആണ് പോസിബിൾ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 11ന്റെ മൾട്ടിപ്പിളിന്റെ കണ്ടീഷൻ നോക്കാം. ഓൾട്ടർനേറ്റീവ് സം എടുക്കുക, 5x 14x 16 പ്ലസ് എക്സ് 16 പ്ലസ് എക്സ് വന്നു. ഇവിടെ y 8 12 0 12 പ്ലസ് y വന്നു. അപ്പോൾ ഈ ഡിഫറൻസ് എന്ത് ചെയ്യണം, 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണ്. ഇവിടെ ഞാൻ വൈക്ക് ഞാൻ 1 കൊടുക്കുവാണ്. വൈക്ക് 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ് എത്ര വരേണ്ടി വരും, ഈ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വൈക്ക് 1 കൊടുത്താൽ എക്സിന് എത്ര വരും മാക്സിമം വാല്യൂ, വൈ 1 കൊടുത്താൽ ഇത് 13 ആയി. അപ്പോൾ ഇത് 22 ആവണം. ഡിഫറൻസ് ഇത് 13 ആയി. ഡിഫറൻസ് ഒന്നെങ്കിൽ 11 വരണം. ഡിഫറൻസ് 11 വരണമെങ്കിൽ ഇതെന്ത് വരണം, ഇത് 5 വരണം. അല്ല 5 അല്ലോ, 11 വരണമെങ്കിൽ 24 വരണം. ഇത് 24 വന്നാലേ 24 മൈനസ് 13 11 വരത്തുള്ളൂ. കുറച്ച് കാൽക്കുലേഷൻ ചെയ്തെങ്കിലേ പറ്റൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം, ഇത് 24 വരണം, ഇതിന് 8 കൊടുക്കണം. എക്സ് 8 ആവും, ലാർജസ്റ്റ് വാല്യൂ എക്സിൻ്റെ വാല്യൂ 8 ആവും. എക്സിൻ്റെ വാല്യൂ 8 ആവുമ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്താവും, വൈ എന്ന് പറഞ്ഞാൽ 1 ആവും. യെസ്. ഇനി അടുത്തത് വൈക്ക് നമ്മൾ 5 കൊടുത്താലോ, വൈക്ക് 5 കൊടുത്താൽ ഇതെന്താവും, 17 ആവും. ഇത് എത്ര ആവണം, 2 വാല്യൂ പറ്റും, 2 വാല്യൂ പറ്റും. എക്സിന് 22 പറ്റും. ഇത് 17 ഉണ്ട് ഓൾറെഡി. അപ്പോൾ മറ്റേത് എത്ര വരണം, 22 11 ഡിഫറൻസ് 28 വരണം. അപ്പോൾ 28 ആക്കാൻ എന്ത് വരത്തില്ല, എക്സിന് 12 കൊടുക്കാൻ പറ്റത്തില്ല. യെസ്. യെസ്. വൈക്ക് 5 വന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ എവിടെയും തെറ്റിയോ നമ്മുടെ നോക്കാം. യെസ്, വൈക്ക് 5 ആയാൽ 2 വരുന്നത് 2 3 5 എക്സ് 14x 16x. യെസ്, 16x വൈ 12 12 പ്ലസ് കറക്റ്റ് ആണല്ലോ. വൈ 4. ഓക്കെ സോറി, നമ്മൾ എവിടെ എഴുതിയാൽ എന്തോ തെറ്റിയിട്ടുണ്ട് കേട്ടോ, 4 എഴുതിയില്ല. അതാണ് പ്രശ്നം പറ്റിയത്. യെസ്, അതാണ് കാൽക്കുലേഷനകത്ത് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ സോറി എടുത്ത് എഴുതിയപ്പോൾ ഉള്ള പ്രശ്നമാണ്. അവിടെ നിന്ന് തന്നെ ചെയ്യായിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ കൊളവാക്കണം എന്ന് വെച്ചിട്ടാണ്. 2094x 84
3y2. ഇനി ഡിഫറൻസ് എടുക്കാം. 5, 13, 17, 0, 17. ഇനി അടുത്ത ഡിഫറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം അത് കേട്ടോ. y 4, x 13, 15. 15 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഒന്നുകിൽ 0 ആവണം. വൈക്ക് ഞാൻ 1 കൊടുത്താൽ എക്സിന് 1 കൊടുത്തെങ്കിലേ പറ്റും. അതുപോലെ വൈക്ക് 5 കൊടുത്താൽ ഇവിടെ 20 ആയി, ഇവിടെ 17 ഉള്ളൂ. 17ഉം 20ഉം ഡിഫറൻസ് 11 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് 11 വരണമെങ്കിൽ ഇവിടെ 20 ആയി, 17 കൂടെ 11 കൂട്ടി എത്ര? 28 ആണ്. 28 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വന്നേ പറ്റൂ? എക്സിൻ്റെ വാല്യൂ 8 വരണം. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റൂ. ഇത് വേറൊരു വഴിയില്ല. ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് വഴി. ഈ സൊല്യൂഷനൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഒരു 5-6 ലൈൻ, ഒരു 10 ലൈനിക്കുള്ളിൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണും. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എക്സിൻ്റെ വാല്യൂ എത്ര വരും? 8 കൊടുത്തു കഴിഞ്ഞാൽ 15 തൊട്ട് 23, 5, 28. ഇതിൻ്റെ സം 28 വരും. ഇത് 17 ഉണ്ട്. 28 മൈനസ് 17 11ൻ്റെ മൾട്ടിപ്പിൾ ആവുകയും ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് തെറ്റാണ്. നമുക്ക് എന്ത് കൊടുക്കാം? y ഈക്വൽ ടു 5 ആണ്, എക്സ് ഈക്വൽ ടു 8 ആണ്. എക്സിൻ്റെ മാക്സിമം വാല്യൂ 8 ആണ്. 9 എന്തായാലും വരത്തില്ല. 9 വന്നു കഴിഞ്ഞാൽ 24ഉം 5, 29. 29 മൈനസ് 17 എന്തല്ല? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആൻസറിൽ കൊടുക്കാം 5x. 5 × 8 40 മൈനസ് 7 × 5 35. നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി നമുക്ക് എന്ത് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എക്സാം മെത്തേഡും ഇത് തന്നെയാണ്. കുറച്ച് ടൈം എടുക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുക? ഇത് ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ 5 ഡിജിറ്റ് നമ്പർ, ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3, 7 and 11, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a square മൈനസ് b square പ്ലസ് ab? a square മൈനസ് b square പ്ലസ് ab എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു നമ്പർ 3ൻ്റെയും 7ൻ്റെയും 11ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 3 × 7 21 × 11 231ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു നമ്പർ 3ൻ്റെയും 7ൻ്റെയും 11ൻ്റെയും മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടാൽ ആ നമ്പർ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിച്ചോണം, മനസ്സിലായിക്കോണം. 231ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുകയാണ് 535. എ ബി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാം. ഞാൻ മാക്സിമം വാല്യൂ കൊടുക്കുകയാണ് 99. ഇതാണ് ആ നമ്പർ ഞാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ നമ്പറിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയാണ്. 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള മാക്സിമം വാല്യൂ. വാട്ട് ഈസ് എ 5 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ഇത്. അപ്പോൾ 231 ഉണ്ട്. ഈ നമ്പർ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? 7 കൊണ്ടും 3 കൊണ്ടും 11 കൊണ്ടും ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ആണ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നോക്കുക, ശിഷ്ടം നോക്കുവാണ്. അപ്പം നമ്മുടെ ഒറിജിനൽ വാല്യൂ ഇതല്ല, ഇതിൽ നിന്ന് എത്രയോ കുറവായിരിക്കും. അതായത് ഇതിൻ്റെ ഈ ടൈപ്പിലുള്ള മാക്സിമം വാല്യൂ ആണ് എടുത്തേക്കുന്നത്. ഏറ്റവും വലിയ വാല്യൂ ആണ് എടുത്തേക്കുന്നത്. എക്കും ബിക്കും ഞാൻ മാക്സിമം വാല്യൂ കൊടുത്തു 9. അപ്പോൾ 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഒറ്റ സ്റ്റെപ്പ് എഴുതാതെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. 462 വരും. ഇവിടെ 3, 13, 6, 7, 73 വന്നു. 739, 3 വട്ടം 3, 3, 2, 9, 3, 2, 6, 691, 6, 13, 9 പോയാൽ 4, ഓക്കെ 46, 469, 231 × 2 462. അതായത് 7 ശിഷ്ടം വരും. അതായത് ഈ നമ്പറിൽ നിന്ന് 7 കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 231ൻ്റെ മൾട്ടിപ്പിൾ കിട്ടത്തുള്ളൂ. 7 അധികമായിട്ട് കിടക്കുക. 535, 92. ഇതാണ് നമ്മളുടെ ആ ഒരു വാല്യൂ, ആ ഒരു 5 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 3, 7 and 11. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 2 കിട്ടി അല്ലേ? എ ബി അതേ ഫോമിലല്ലേ? എ ബിക്ക് വരുവാണ് 9, 2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ 9 സ്ക്വയർ 81 മൈനസ് ബി സ്ക്വയർ 2 സ്ക്വയർ 4 പ്ലസ് 9, 2, 18. അപ്പോൾ 81, 18, 99 മൈനസ് 4, 95 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി ഇത് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ അടുത്തത്. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴേ അങ്ങ് പഠിച്ചേക്കുക. നിങ്ങൾ പിന്നെ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും ഡൗട്ടായിട്ട് അവിടെ കിടക്കണ്ട. ഇഫ് ദ 5 ഡിജിറ്റ് നമ്പർ ഇത് 3, 7, 11 കാണുമ്പോൾ തന്നെ 230. ഇതുപോലൊരു സാധനം വരും 7, 13, 11. 7, 13, 11 ഇത് നോക്കണം. ഇത് 1001ൻ്റെ മൾട്ടിപ്പിളാണ്. 1001ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എ ബി സി ഫോമിലായിരിക്കും. ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് 7, 13, 11. ഇത് 3, 7, 11 ശ്രദ്ധിച്ചോണം കേട്ടോ. അവിടെ 13 വരും, 3 ഇല്ല. ശ്രദ്ധിച്ചോണം, ഇത് മാറിപ്പോരുത്, തിരിഞ്ഞു പോരുത്. ഇത് 21 × 11 കണ്ടോ. ഇത് 7 ഗുണം ഇത് 91 × 11 ശ്രദ്ധിച്ചോണം കേട്ടോ. 1001 ആ നമ്പർ ഈ ഫോമിലായിരിക്കും. ഇങ്ങനെ ഡിജിറ്റുകൾ 3 ഡിജിറ്റ് വെച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്തു? നമ്മൾ അസ്യൂം ചെയ്തു 688. എക്സും വൈയും കണ്ടുപിടിക്കലാണ് നമ്മുടെ പരിപാടി. ഞാൻ 9 എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. എന്നിട്ട് ആ നമ്പർ കണ്ടുപിടിക്കുകയാണ്. 231 ഡിവൈഡ് ചെയ്യുന്നു. ഇതായിരിക്കും എളുപ്പം. 231 ×
2 462. കാൽക്കുലേഷൻ ഡെയിലി ചെയ്യാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. 6 2 2 9 231 ഗുണം എത്ര 10 കൊടുത്താൽ 2310 10 9 വട്ടം പോവും. 9 വട്ടം പോയാൽ 9 9 27 2 9 18 2 20 0 16 7 പോയാൽ 9 9 1 190 അധികം വരും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 688 99 നിന്നും 99 നിന്നും എന്ത് ചെയ്യണം? 190 ശിഷ്ടം കിടക്കുക. അത് കുറയ്ക്കണം. 9 0 7 8 6. അപ്പം നമുക്ക് എ ബിയുടെ വാല്യൂ എന്തോന്നു? 0 9 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 0 കിട്ടി. വൈ എന്ന് പറഞ്ഞാൽ 9 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5x എന്ന് വെച്ചാൽ 0 പ്ലസ്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും തെറ്റിയോ? ഇവിടെ തെറ്റിയെന്നാണ് തോന്നുന്നത്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേഷൻ എവിടെയോ തെറ്റിയിട്ടുണ്ട്. നോക്കാം. കാൽക്കുലേഷൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ചെയ്തത്. 2179 തോന്നുന്നു. യെസ്, അവിടെയാണ് കാൽക്കുലേഷൻ തെറ്റിയത്. 9 ചെയ്യുമ്പോൾ 9 ഇത് നമ്മൾ ഡിഫറൻസ് എടുത്തല്ലോ. 6 2 2 266 22 9 239 9 1 9 9 3 27 2 9 2 18 2 20 20 തന്നെയാണല്ലോ. 0 16 7 9 1 ഓക്കെ 190. പിന്നെ ഒരു 9 കൂടെ ഇറക്കണം. യെസ്, ഒരു വട്ടം കൂടെ ചെയ്യണം. ഇനി 231 ഗുണം 8 പോവും. 8 പോവും. 8 പോവും. യെസ്, 8 പോവും. 8 8 3 24 2 8 2 16 2 18. ഓക്കെ 1 1 6 0 61 ശിഷ്ടം വരും. അപ്പോൾ ഇതിൽ നിന്ന് 61 കുറയ്ക്കണം. 688. 61 കുറച്ച് എത്ര വരും? 38 അല്ലേ? 38. 61 38 ആണ് 99. 38. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 3 വൈ എന്ന് പറഞ്ഞാൽ 8 ആണ്. എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം? എക്സിൻ്റെ വാല്യൂ 8 കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 5 ഗുണം 3 15 അധികം. വൈയുടെ വാല്യൂ 8 കൊടുക്കുമ്പോൾ 8 ഗുണം 3 24. 24 15 39 നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. ഓപ്ഷൻ എ നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാമോ? ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ഇത് 99 ഡിവിസിലാണെങ്കിൽ 9 കൊണ്ടും 11 ഡിവിസുള്ള കെ ഇൻറ്റു പി ആണ് വേണ്ടത്. അപ്പോൾ കെയുടെയും പിയുടെയും വാല്യൂ നമുക്ക് വേണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ള റൂൾ നോക്കാം. 14 0 കെ 4 18 14 18 പ്ലസ് കെ വരും. ഇവിടെ പിയും 4 6 14 14 പ്ലസ് പി വരും. 18 പ്ലസ് കെയും 14 പ്ലസ് പിയും ആണ്. അപ്പോൾ കെ ഇൻറ്റു പി ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? 11 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കിവിടെ കെയുടെ വാല്യൂ എന്ത് കൊടുക്കാം? ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 18 ഡിഫറൻസ് എടുക്കാം. 18 മൈനസ് 14 4 വരും. പ്ലസ് കെ മൈനസ് പി. ഇതാണ് ഡിഫറൻസ്. 18 പ്ലസ് കെയിൽ നിന്നും 14 മൈനസ് പി കുറയ്ക്കുമ്പോൾ -4 മൈനസ് പി. 4 പ്ലസ് കെ മൈനസ് പി ഒന്നുകിൽ 0 വരാം, അല്ലെങ്കിൽ 11 വരാം, അല്ലെങ്കിൽ 22 വരാം. അങ്ങനെ വരാം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ തന്നെ നമുക്ക് 9 മൾട്ടിപ്പിൾ ആകുമ്പോഴുള്ള കണ്ടീഷൻ സം ഓഫ് ഡിജിറ്റ് എന്തായിരിക്കും? 9 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ 12 14 18 9 മൾട്ടിപ്പിൾ ആവുന്നത് നമുക്ക് മാറ്റാം. അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 9 മൾട്ടിപ്പിൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട? അത് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ 12 14 18 നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി 8 പറഞ്ഞ് 14 മാത്രമല്ലേ ഉള്ളൂ. 14 പ്ലസ് കെ പ്ലസ് പി ആണുള്ളത്. അപ്പോൾ കെ പ്ലസ് പി ഒന്നുകിൽ 4 വരാം 18 9 മൾട്ടിപ്പിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 14 ഉണ്ട് 27 13 വരാം. 13 വരാം. പിന്നെ കെ പ്ലസ് പി എന്താ 36 വരണമെങ്കിൽ ഇത് 22 വരണം. ഒരിക്കലും കെയും പിയും കൂട്ടുമ്പോൾ മാക്സിമം 18 വരത്തുള്ളൂ. ഐഡിയ ഒക്കെ വേണം. അപ്പോൾ കെ പ്ലസ് ബി ഒന്നുകിൽ 4 വരാം, അല്ലെങ്കിൽ കെ പ്ലസ് ബി 13 വരാം. അങ്ങനെയുള്ള വാല്യൂസ് എന്ത് ചെയ്യണം? കെക്കും വാല്യൂനും കെക്കും ബിക്കും കൊടുക്കണം. ഇപ്പോൾ കെക്കും പിക്കും ഇപ്പം 4 വരണം. പ്രോഡക്റ്റ് കെ ഇൻറ്റു പി ആണ്. ഇപ്പോൾ ഇവിടെ 6 കിടക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 11 സമ്മ നോക്കാം. 11 സമ്മാണെങ്കിൽ കെ 4 പ്ലസ് കെ മൈനസ് പി ഇക്വൽ ടു 11. അപ്പോൾ നമുക്ക് കെ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം? 11 മൈനസ് 4 7. അതുപോലെ കെ പ്ലസ് പി നമുക്ക് അതിൽ കൂടിയ വാല്യൂ വയ്ക്കും 13 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ നമുക്ക് 13 20/10 വരും. ഒരിക്കലും 10 വരത്തില്ല കെയുടെ വാല്യൂ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത വാല്യൂസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് കൊടുക്കണം. യെസ്. പിക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിക്ക് ഞാൻ
0 കൊടുത്തു, പിക്ക് ഞാൻ 4 കൊടുത്തു, പിക്ക് 4 കൊടുത്തു, കെക്ക് 0 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 4 - 4 എന്ത് ചെയ്തു? 0 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണത്തിന് 0യും 13 എന്തായാലും വരത്തില്ല. 13 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. കെയുടെ വാല്യൂ 10 വരും. 10 വരും. ഇത് ഹോംവർക്ക് ആയതുകൊണ്ടാണ് സ്പീഡ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഐഡിയ ട്രൈ ചെയ്യാൻ തരുവാണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ 10 ഒരിക്കലും വരത്തില്ല. കാര്യം മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ് കെയുടെ. നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒറ്റ വാല്യൂ ഉള്ളൂ. ഏതാണ്? പിക്ക് 4 കൊടുക്കുക. കാര്യം സമ്മ് കെ പ്ലസ് പി എന്ന് പറയുന്ന സമ്മ് എന്ത് വരണം? 4 വരണം. അതേപോലെ ഇതിൽ നിന്നും കെയിൽ നിന്നും 4ൽ നിന്നും പി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരണം? 0 വരണം. എങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? 11ൻ്റെ മൾട്ടിപ്പിൾ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വഴി എന്ന് വെച്ചാൽ കെയെ 0 ആക്കാം, പിക്ക് 4 കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യും? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ വാല്യൂ കെ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താണ്? കെയ്ക്ക് നമുക്ക് 0 കൊടുത്തേ പറ്റൂ. പിക്ക് 4, 0 × 4 0 ആണ് ആൻസർ. ഇന്ന് ചെയ്തത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ഒന്നും ചെയ്യത്തില്ല. ഇതാരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. 100% 1% പേരൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ 2% പേര് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ മോക്കൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. വളരെ കുറച്ച് പേരെ എന്ത് ചെയ്യത്തുള്ളൂ? ചെയ്യത്തുള്ളൂ. 3-4% പേരെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ? ഡിവിസിബിലിറ്റിയുടെയും റിമൈൻഡർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്പീഡിൽ പറയുന്നു എന്ന് തോന്നുവാണെങ്കിൽ സ്പീഡ് കുറച്ച് യൂട്യൂബിൽ ആ ഒരു പ്ലേയുടെ സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേട്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം സ്വന്തമായിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ തന്നിട്ടുള്ള 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എവിടെ ചോദിച്ചാലും നിങ്ങളത് ചെയ്യും. സമയമെടുത്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ അത് കമൻറ്റായിട്ട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് എടുത്ത് ഇതേപോലെ ക്വാളിറ്റി കണ്ടൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് CGL ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിലെടുത്ത് പഠിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് LCM HCF ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.